ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കാറുള്ള ചിക്കൻ പക്കോടയാണ്. പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പക്കോട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ക്രിസ്പി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പക്കോട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ പുറം ഭാഗം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു കളർ കിട്ടിക്കോളും. ഇനി സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ അളവിൽ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാല എല്ലാം തന്നെ ചിക്കനിലൊന്ന് കോട്ടായി വരത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ എല്ലാം തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലതുപോലെ ഒന്ന് ക്രിസ്പിയായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് കാണുമ്പോഴേ അറിയാൻ പറ്റും, നല്ല അടിപൊളിയായിട്ടുള്ള കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിക്കൻ പക്കോട റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.